ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഡിറ്റർമിൻ്റെയും മാട്രിക്സിൻ്റെയും ആപ്ലിക്കേഷനായ ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. 2 വേരിയബിളും 3 വേരിയബിളും ഉള്ള ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ 2 വേരിയബിൾ ആണെങ്കിൽ 2 ഇക്വേഷൻസ് ഉണ്ടാവും, 3 വേരിയബിൾ ആണെങ്കിൽ അതിനകത്ത് 3 ലീനിയർ ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനു മുന്നേ നമ്മളൊരു കാര്യം അറിയേണ്ടത് കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് കൺസിസ്റ്റൻ്റ് എന്ന് പറയണമെങ്കിൽ ആ സിസ്റ്റത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും ഇസഡിനും ഒക്കെ നമുക്ക് വാല്യൂസ് അവിടെ കിട്ടണം. അങ്ങനത്തെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെയാണ് കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഈസ് സെഡ് ടു ബി കൺസിസ്റ്റൻറ്റ് ഇഫ് ഇറ്റ് ഹാസ് സൊല്യൂഷൻസ്. അപ്പോൾ സൊല്യൂഷൻ ഇല്ലാത്ത സിസ്റ്റത്തിന് പറയുന്ന പേര് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം. A system of equations is said to be inconsistent if its solution does not exist. എക്സിനും വൈക്കും ഇസഡിനും അവിടെ നമുക്ക് വാല്യൂസ് കിട്ടത്തില്ല. അതാണ് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാട്രിക്സ് മെത്തേഡിൽ ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 3 വേരിയബിളുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 3 വേരിയബിൾ ആണെങ്കിൽ അവിടെ 3 ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1, a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2, a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3. അങ്ങനെ 3 ലീനിയർ ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷനിൽ ലെഫ്റ്റിലുള്ള കോയിഫിഷ്യൻസിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മെട്രിക്സ് ആക്കുന്നു എ. അവിടുത്തെ വേരിയബിൾസിനെ ഒരു കോളം മെട്രിക്സ് ആക്കുന്നു എക്സ്. റൈറ്റ് സൈഡുള്ള കോൺസ്റ്റൻറ്റിന് ഒരു കോളം മെട്രിക്സ് ബി. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ എ ഇൻറ്റു എക്സ് മെട്രിക്സ് എ ഇൻറ്റു എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് അവിടുത്തെ ലെഫ്റ്റ് സൈഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എ മെട്രിക്സ് a1 b1 c1, a2 b2 c2, a3 b3 c3 into xyz equal to d1 d2 d3. That is ax equal to b. അപ്പോൾ ഇനി ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എക്സ് എന്ന മെട്രിക്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് ലെഫ്റ്റിൽ നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അന്നേരം എന്താ കിട്ടുക? എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. നമുക്കറിയാം ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി. അപ്പോൾ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഐ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? എക്സാ. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഏതാ? എ ഇൻവേഴ്സ് ബി. എക്സ് എന്ന് പറഞ്ഞാൽ ആ കോളം മെട്രിക്സ് ആണ് എക്സ് വൈ ഇസഡ്. അപ്പോൾ എ ഇൻവേഴ്സ് ബിയും ഒരു കോളം മെട്രിക്സ് ആകും. അതിൽ നമുക്ക് ഈ വേരിയബിൾസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സൊല്യൂഷനും എങ്ങനെ ആയിരിക്കും? യുണീക്ക് ആയിരിക്കും. എ ഇൻവേഴ്സിൻ്റെ ബിയും ഒറ്റ ഇതേ കാണത്തുള്ളൂ. അപ്പോൾ 1 സെറ്റ് ഓഫ് സൊല്യൂഷനേ അവിടെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കണ്ടീഷൻസ് ഓഫ് കൺസിസ്റ്റൻസി ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് കൺസിസ്റ്റൻറ്റ് നമുക്കറിയാം. ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെയാണ് കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സൊല്യൂഷൻ പറഞ്ഞു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണെന്ന്. അപ്പോൾ അതിൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആകണമെങ്കിൽ എ ഇൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എ എന്ന് പറയുന്നത് നോൺ സിംഗുലാർ മെട്രിക്സ് ആകണം. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു
0 ആകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആയാൽ അതിന് യുണീക്ക് സൊല്യൂഷൻ. അപ്പോൾ ഒറ്റ സൊല്യൂഷൻ അവിടെ ഉണ്ടാകത്തുള്ളൂ. അന്നേരം ആ സിസ്റ്റം എന്ന് പറയുന്നത് ഇതാവും കൺസിസ്റ്റൻറ്റ്. ഇനി ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. അഡ്ജെ ഇൻറ്റു ബി കണ്ടുപിടിക്കണം. അപ്പോൾ അഡ്ജെ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അവിടെ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ അഡ്ജെ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ കൺസിസ്റ്റൻറ്റോ ഇൻകൺസിസ്റ്റൻറ്റോ ആകാം. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനില്ല, അത് ആ കണ്ടീഷൻ മാത്രം നമുക്ക് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഈ സെക്കൻഡ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആകുന്ന കണ്ടീഷൻ ഓർത്തിരുന്നാൽ മതി. ബാക്കി നമുക്ക് ഹയർ ക്ലാസ്സിലോട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ഉള്ളൂ. അപ്പോൾ ഒരു സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഏത് കാണണം? ഡിറ്റർമിനൻ്റ്. ആ ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, യുണീക്ക് സൊല്യൂഷൻ അവിടെ ഉണ്ട്. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആകുമ്പോൾ അത് കൺസിസ്റ്റൻ്റോ ഇൻകൺസിസ്റ്റൻ്റോ ആകാം. അവിടെ അഡ്ജെ ഇൻറ്റു ബി കണ്ടുപിടിക്കണം. അഡ്ജെ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ആയാൽ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ്. അഡ്ജെ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആയാൽ അവിടെയും 2 കണ്ടീഷനാണ്, അത് കൺസിസ്റ്റൻ്റോ ഇൻകൺസിസ്റ്റൻ്റോ ആകാം. അപ്പോൾ കണ്ടീഷൻസ് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. സോൾവ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് മാട്രിക്സ് മെത്തേഡ്. x minus y plus 2z equal to 7, 3x plus 4y minus yz equal to minus 5, 2x minus y plus 3z equal to 12. അപ്പോൾ ഇതിന് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടി ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് അതിനെ മെട്രിക്സ് ഫോമിൽ കൺവേർട്ട് ചെയ്യണം. ആ ഫോമാണ് ഏതാ? AX ഈക്വൽ ടു ബി. എ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ കോയിഫിഷ്യൻ മാട്രിക്സ്, എക്സ് ആ വേരിയബിൾസ് ഉള്ള കോളം മാട്രിക്സ്, ബി റൈറ്റ് സൈഡുള്ള കോൺസ്റ്റൻറ്റിൻ്റെ കോളം മാട്രിക്സ്. അപ്പോൾ അതെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് മാട്രിക്സ് 1 -1 2 3 4 -5 2 -1 3. എക്സ് എന്ന് പറയുന്നത് വേരിയബിൾസ് ഉൾക്കൊള്ളുന്ന കോളം മാട്രിക്സ് ആണ്, ദാറ്റ് ഈസ് XYZ. ബി എന്ന് പറയുന്നത് റൈറ്റ് സൈഡുള്ള കോൺസ്റ്റൻറ്റിൻ്റെ കോളം മാട്രിക്സ്, ദാറ്റ് ഈസ് 7 -5 12. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഏത് കണ്ടുപിടിക്കുന്നു? ഡിറ്റർമിനൻ്റ് എ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് 1 -1 2 3 4 -5